ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വമ്പന്മാർ അടിപതറുന്ന ഫുട്ബോൾ മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി നമ്മുടെ അർജന്റീന വിസ് ഈജിപ്ത്. ഇന്ന് ഈജിപ്ത് അർജന്റീന പൂട്ടുമോ? അർജന്റീന ഇന്ന് നാട്ടിലേക്ക് അയക്കുമോ? കാരണം റൊണാൾഡോ പോയി, നെയ്മർ പോയി, ഇനി അടുത്തത് മെസ്സി എന്നുള്ള നമ്മുടെ എന്താ പറയുക സൂപ്പർ താരം, അർജന്റീനയുടെ സൂപ്പർ താരം. ലോകത്തിൽ ഒരുപാട് ഫാൻസുകളുള്ള എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരാളാണ് മെസ്സി ഇന്ന് നാട്ടിലേക്ക് മടങ്ങുമോ അറിയത്തില്ല. ഈജിപ്ത് അത്ര മോശം ടീമൊന്നുമല്ല. ബെൽജിയത്തിന് പുറകെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് മറ്റേ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അവർ വന്നത്. പിന്നെ ഓസ്ട്രേലിയക്കെതിരെ 1-1 സമനിലയിൽ നിന്ന ശേഷം അവർ മറ്റേ പെനൽറ്റി ഷൂട്ടൗട്ടിലൂടെ വമ്പൻ വിജയം നേടിയാണ് വന്നിരിക്കുന്നത്. അവരുടെ പ്രതിരോധം ഭയങ്കര സ്ട്രോങ് ആണ്. അത് പറയത്തക്ക വിധ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഈ പറയും പോലെ നമ്മുടെ ഈജിപ്ത്. എന്നാൽ കൂടി അവരൊരു സൂപ്പർ കുതിരകൾ എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അവരാണ് ശരിക്കും സർപ്രൈസായിട്ട് നമ്മുടെ ലിസ്റ്റിൽ കയറി വന്നേക്കണത്. അങ്ങനെ പ്രീ ക്വാർട്ടറിൽ കയറി വന്നേക്കണ ഒരു രാജ്യമാണ് ഈജിപ്ത് മോശമല്ല. ഈ പറയുന്ന ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന 2 കളികൾ നമുക്കറിയാൻ പറ്റും. നോർവേ നമ്മുടെ ഇവരെ അട്ടിമറിച്ചു, നമ്മുടെ ബ്രസീലിനെ അട്ടിമറിച്ചു, ബ്രസീലിനെ വീട്ടിലേക്ക് വിട്ടു. ഇനി ഇപ്പം ഇവിടെ സ്പെയിൻ ഓൾറെഡി നല്ല രാജ്യമാണ്. സ്പെയിനും മറ്റേ പോർച്ചുഗലിനെ അട്ടിമറിച്ച് പോർച്ചുഗലിനെ വീട്ടിലേക്ക് വിട്ടു. ഇനി അടുത്ത് ഇന്ന് രാത്രി നടക്കുന്ന 9:30 നടക്കുന്ന അർജന്റീന വിസ് നമ്മുടെ ഈജിപ്ത് നാട്ടിലേക്ക് വിടും. അത് ഗോൾഡൻ ബൂട്ട് നേടാൻ വേണ്ടി മെസ്സി മാക്സിമം ശ്രമിക്കും. ഗോൾഡൻ ബൂട്ടിന് വേണ്ടി എംബാപ്പെ മെസ്സിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സി നാളെ ഗോൾ അടിക്കുമോ എല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ പ്രഡിക്ഷൻ അടക്കം എല്ലാം വീഡിയോയിലുണ്ടാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് നമുക്ക് അർജന്റീനയെ കുറിച്ച് പറയാം. അർജന്റീന എന്ന രാജ്യം നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് രാജ്യമാണ്. എനിക്ക് തോന്നുന്നത് ഫുട്ബോൾ ആരാധകർ എല്ലാവരും കരുതുന്ന ഒരു വേൾഡ് കപ്പ് ഇനിയും മെസ്സിക്ക് മുത്തമിടാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതുപോലെ നമ്മുടെ ബെറ്റുകളിലും എല്ലാത്തിലും വൺ ഓഫ് ദ ഫസ്റ്റ് രാജ്യം തന്നെയാണ് മെസ്സി നയിക്കുന്ന അർജന്റീന വേൾഡ് കപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളത്. അവിടെ അതിന് മാത്രം നല്ല സൂപ്പർ താരങ്ങളുണ്ട്. മെസ്സി ഉണ്ട്, അൽവാരസ് ഉണ്ട്, നമ്മുടെ ആലസ്റ്റിലുണ്ട്, ഫെർണാണ്ടസ് ഉണ്ട്, മാർട്ടിനാസ് ഉണ്ട്. എല്ലാം ലോകോത്തര ഡീപോളുണ്ട്. എല്ലാം ലോകോത്തര താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേൾഡ് കപ്പ് കിട്ടാൻ മാക്സിമം അവർക്ക് കിട്ടാൻ ചാൻസും കൂടുതലാണ്. അങ്ങനെ വൺ ഓഫ് ദ മികച്ച നമ്മളെല്ലാവരും കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പോലെ കേപ്പ് വെറുതെക്കെതിരെ കഷ്ടിച്ച് 3-2 ഒരു എന്താ പറയണ കഷ്ടപ്പെട്ടാണ് വിജയിച്ചത് എന്ന് തന്നെ പറയാം. മെസ്സി അവസാനം ഗോൾ അടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഗോൾഡൻ ബൂട്ടിനുള്ള ഒരു ഘട്ടത്തിലേക്ക് മെസ്സിയും മറ്റേ നമ്മുടെ എംബാപ്പയുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇവരുടെ പോരായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ മെസ്സിനെ ആശ്രയിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മെസ്സിയെ ഇവരെത്രത്തോളം ഈജിപ്ത് എത്രത്തോളം മറ്റേ പ്രതിരോധിച്ച്, അതായത് ഇവർ തടഞ്ഞു നിർത്തുന്നു, അത്രത്തോളം ഇവർക്ക് മെസ്സി ഉണ്ടെങ്കിൽ മാത്രം മെസ്സിനെ ഫ്രീ ആയിട്ട് കളിക്കാൻ വിട്ടാൽ ഭയങ്കര ആക്രമണമായിരിക്കും. മെസ്സിനെ ഫ്രീ ആയിട്ട് വിടാതെ എത്രത്തോളം പിടിച്ചിരുന്നു അത്രത്തോളം അർജന്റീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈജിപ്ത് പിടിച്ചു നിർത്തുന്നതോളം അർജന്റീനയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെസ്സിയാണ് കൂടുതൽ ഇവർ ആശ്രയിക്കുന്നത്. മെസ്സിക്കാണ് ഗോൾ കൊടുത്ത് എങ്ങനെയും ഗോൾ അടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ശരിക്കും ഒരു പോരായ്മ തന്നെയാണ്. നല്ല താരങ്ങളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും കൂടുതൽ ആശ്രയിക്കുന്നത് മെസ്സിനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയും പോലെ അത് ചെറിയ രാജ്യം ആണ്, ഫുട്ബോളിൽ ചെറിയ രാജ്യമാണെങ്കിൽ തന്നെ, പക്ഷേ അവർ നിസ്സാരക്കാരായിട്ടല്ല തന്നെ അവർ വന്നിരിക്കുന്നത്. ടൂർണമെൻറ്റിൽ നല്ല വമ്പൻ സർപ്രൈസ് ഒരുക്കിയാണ് ഈജിപ്ത് വന്നിരിക്കുന്നത്. ഈജിപ്തിൻ്റെ പ്രതിരോധം അടിപൊളി പ്രതിരോധമാണ്. അതുപോലെ തന്നെ പോരാട്ടം നല്ല വീര്യമുള്ള രാജ്യം തന്നെയാണ് ഈ ഈജിപ്ത്. നമുക്ക് ഈ മെസ്സി, അതായത് ലോകോത്തര താരങ്ങളിലൂടെ കഴിക്കുമ്പോൾ ഇവർക്ക് എന്താ സമ്മർദ്ദം ഉണ്ടാവണേ എന്ന് എനിക്കറിയത്തില്ല. കാരണം തുടക്കം തന്നെ ഇവർ പ്രതിരോധത്തിലേക്ക് മടങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈജിപ്ത്. കാരണം വെച്ചാൽ ഇത്രയും വലിയ സൂപ്പർ താരങ്ങൾ കളിക്കുമ്പോൾ എന്താകും എന്നറിയാതെ ഇവർ മാർക്ക് ചെയ്യാൻ നടക്കൂ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു തുടക്കം തന്നെ നല്ല പ്രതിരോധത്തിൽ കാരണം വെച്ചാൽ ഡിഫെൻഡിങ് ആയിരിക്കും കൂടുതൽ ഈജിപ്ത് ചെയ്യണേ എന്ന് തന്നെയാണ് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ കളി തുടങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം അങ്ങനെയാണ്. കാരണം വെച്ചാൽ അത്രയും വലിയ രാജ്യത്തോടു കൂടി ഒരു രാജ്യങ്ങളും മത്സരിക്കുമ്പോൾ തുടക്കം ഇതെങ്ങനെയാണ് കളി എന്നറിയാൻ വേണ്ടി പ്രതിരോധിക്കും. ആ സമയത്ത് എത്രത്തോളം നമുക്ക് അറ്റാക്കിങ് അർജന്റീന ഭാഗത്തുണ്ടോ എന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, മെസ്സിനെ എത്രത്തോളം മാർക്ക് ചെയ്യുന്നു അത്രത്തോളം ഈജിപ്തിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മെസ്സിയാണ് ഇവരുടെ മെയിൻ ആക്രമണത്തിൻ്റെ മുന. മറ്റുള്ളവരില്ല എന്നല്ല പറയുന്നത്. മെസ്സിനെ ബേസ് ചെയ്താണ് കൂടുതലും ആക്രമണം ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് പാസ് കിട്ടിയോ അല്ലാണ്ടോ മെസ്സി ഗോൾ അടിച്ചു ആണ് ഈ കൂടുതലും ഗോൾ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെസ്സിനെ എത്രത്തോളം മാർക്ക് ചെയ്യുന്നു അത്രത്തോളം ഈജിപ്തിന് ഗുണം ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സൂപ്പർ താരങ്ങളുടെ നീണ്ട നിരയുള്ള രാജ്യമാണ് നമ്മുടെ ഈ അർജന്റീന. പക്ഷേ സൂപ്പർ താരങ്ങൾ ആരുമില്ലാത്ത രാജ്യമാണ്
പറയത്തക്ക സൂപ്പർ താരങ്ങൾ ആരുമില്ലാത്ത രാജ്യമാണ് ഈജിപ്ത്. പക്ഷേ അവർക്ക് നല്ല പോരാട്ട വീര്യമുണ്ട്. ഏതൊരു ടീമിനെയും അട്ടിമറിക്കാൻ അവരുടേതായ ദിവസത്തിൽ അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മെസ്സിയും കൂട്ടരും മടങ്ങുമോ നാളെ, ഇന്ന് രാത്രി മടങ്ങുമോ എന്നറിയത്തില്ല. എന്തായാലും നല്ലൊരു കളി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ നെഗറ്റീവും പോസിറ്റീവും ഏകദേശം ഞാനെല്ലാം പറഞ്ഞു. കാരണം വെച്ചാൽ പ്രതിരോധമാണ് ഈജിപ്തിൻ്റെ ഏറ്റവും കൂടുതൽ. കൂടാതെ അവർക്ക് നല്ല അറ്റാക്കിംഗ് ശൈലിയുണ്ട്. പക്ഷേ എത്രത്തോളം അറ്റാക്കിംഗ് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. എന്നാലും പ്രതിരോധത്തിൽ ഭയങ്കര നല്ല പോരാട്ടം. ഒരാൾ ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായി, അതായത് എങ്ങനെയും അവർ ജയിക്കണമെന്ന് ആഗ്രഹിച്ച് കളിക്കുന്നവരാണ്. അതുതന്നെയാണ് അവരുടെ ഇതുവരെ എത്തിയാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മറ്റുള്ള രാജ്യങ്ങൾ എല്ലാവരും സൂപ്പർ താരങ്ങളാകുമ്പോൾ എല്ലാവർക്കും ഗോൾ അടിക്കുന്ന ചിന്താഗതിയുണ്ട്. എങ്ങനെയെങ്കിലും സ്വന്തം പേര് കയറ്റണം എന്നാണ്. പക്ഷേ മറ്റുള്ള ഈജിപ്ത് അങ്ങനത്തെ പോലത്തെ രാജ്യങ്ങൾക്ക് അതല്ല ചിന്ത. എങ്ങനെയെങ്കിലും ടീമിനെ വിജയിപ്പിക്കുക. അതുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് അവരെല്ലാവരും എന്താ പറയുക, എല്ലാം മനസ്സറിഞ്ഞ് കളിക്കും. അതും ആ കളി തന്നെയാണ് ഏതൊരു ടീമിൻ്റെയും വിജയത്തിൻ്റെ എന്താ മുന്നോടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈജിപ്ത് നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ തന്നെ 100% ചാൻസ് ഉണ്ട്. അത് അർജൻറ്റീനയ്ക്ക് എത്രത്തോളം അർജൻറ്റീനയുടെ താരങ്ങളെ മാർക്ക് ചെയ്ത് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈജിപ്ത് ഒരു എന്താ പറയുക അട്ടിമറി തന്നെ നടത്താൻ ചാൻസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ നമ്മുടെ പ്രിഡിക്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അർജൻറ്റീന തന്നെ ജയിക്കാനാണ് ചാൻസ്. കാരണം വേറൊന്നുമല്ല, അവർ ക്രമേണ ഈ അവസാനത്തെ കളിയിൽ പുറത്തേക്ക് ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിൽ തന്നെ അവർ അത് മനോഹരമായി തന്നെ കളിക്കുന്ന ടീമാണ്. നല്ല ഒത്തൊരുമയോടെ കളിക്കുന്ന ടീമാണ്. നല്ല പാസിംഗ് ആണ്. എല്ലാം അടിപൊളിയാണ്. അവരുടെ കളി കൂടുതൽ അച്ചടക്കത്തോടു കൂടി, അതായത് പന്ത് പാസ് ചെയ്ത് ഗോളടിക്കുന്ന രീതിയാണ്. അത് എപ്പോഴും നല്ലതാണ്. അതാ കളിയാണ് അവരുടെ വിജയത്തിന് കാരണവും. അപ്പോൾ മെസ്സി അടക്കം ഗോളടിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു 3-1, അതായത് 3-1 നമ്മളെ ഈജിപ്തിനെ പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് മെസ്സിയും സംഘവും കടക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്താ കരുതുന്നത്? കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു മിക്കവാറും റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെ ഭവിച്ചു. നമ്മുടെ റൊണാൾഡോ മടങ്ങി. അതായത് ഈ മെസ്സി മടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈജിപ്ത് ഈ പറയും പോലെ നമ്മുടെ സ്പെയിൻ അങ്ങനത്തെ വലിയൊരു രാജ്യമല്ല. അതാണ് അവരുടെ അർജൻറ്റീനയ്ക്ക് കിട്ടിയിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഏകദേശം കുഴപ്പമില്ലാത്ത രാജ്യങ്ങളാണ്. അത് ഒരു ഫൈനൽ വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അവരെത്തും. അതിനുള്ള കളികളാണ് അവരുടെ ടീം ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ പോർച്ചുഗലിൻ്റെ തുടക്കം തന്നെ സ്പെയിൻ എതിരാളി ഒന്നും പുറത്തു പോയാലും പറ്റും. ബ്രസീലിൻ്റെ കാര്യം പറയേണ്ട, നോർവേ, അത് ബ്രസീലിൻ്റെ കഴിവുകേട് എന്ന് തന്നെ പറയാം. പക്ഷെ ചില സമയത്ത് ഈ അർജൻറ്റീന എന്നുള്ളത് ഡയറക്റ്റ് ഗോൾ അടിക്കാൻ കിട്ടിയാലും അവരടിക്കാൻ മിസ്സാക്കുന്ന ടീമാണ് അർജൻറ്റീന. അതുകൊണ്ട് തന്നെ ആ അവസരം നമ്മുടെ ഈജിപ്ത് മുതലാക്കി കഴിഞ്ഞാൽ ഈജിപ്ത് തീർച്ചയായും ഒരു അട്ടിമറി തന്നെ ഉണ്ടാകും. വേൾഡ് കപ്പാണ്, ലോകകപ്പാണ്, ഫുട്ബോൾ മത്സരമാണ്. 90 മിനിറ്റേ ഉള്ളൂ, എന്ത് സംഭവിക്കാം. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ 3-1 നമ്മുടെ അർജൻറ്റീന വിജയിച്ച് ക്വാർട്ടറിലേക്ക് കടക്കും. നമ്മുടെ മെസ്സി ഒരു ഗോൾ അടിക്കും എന്ന് തന്നെയാണ്. ഗോൾഡൻ ബൂട്ടിന് വേണ്ടി നല്ല പോരാട്ടമാണ്. മറ്റൊരു പോരാട്ടം ഗോൾഡൻ ബൂട്ട് നമ്മുടെ എംബാപ്പയും മെസ്സിയും തമ്മിൽ തകർത്തെറിഞ്ഞ പോരാട്ടമാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ മെസ്സിയോ എംബാപ്പയോ ആര് വിജയിച്ചാലും നല്ലൊരു മത്സരം അവിടെ നിന്ന് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഗോൾഡൻ ബൂട്ട് നേടി നമ്മുടെ മെസ്സി രണ്ടാമതും വേൾഡ് കപ്പ് ഉയർത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളെപ്പോലെ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും കളി ഫുള്ളായി കാണണം. രാത്രി 9:30-ക്കാണ്. ഓക്കെ, ബൈ.